രാധ ഒന്ന് എന്റെ ഒപ്പം വരൂ. എന്തിന്? എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാനുള്ള സംഗതി അല്ലാത്തോണ്ടല്ലേ. കേറൂ. കേറാൻ ഞാൻ തന്നെ തിരിച്ചുകൊണ്ടാക്കാം, വൈകില്ല. വരൂ. ഇത് മിസ്സസ് ബാബു. ഹലോ. ഹലോ. ഇവരെ രണ്ടാളെ അറിയാലോ. മുകളിലേക്ക് ഇരിക്കാം. മുകളിലോട്ടിരുന്നോളൂ. വാ. നമുക്ക് ആന കളിക്കാം. വാ. ഉണ്ടപ്പക്കടി, പാറപ്പക്കടി, ഉണ്ടപ്പക്കടി. എന്താ ഇത് ഈ നേരത്തെ കളി? ഇപ്പോഴേ ഒന്നും ഉണ്ടായിരുന്നൂടെ? ഇപ്പോഴാണ് ഉണ്ടപ്പക്കടി, പാറപ്പക്കടി. നിങ്ങളുടെ സംശയം എനിക്ക് മനസ്സിലായി. ഒരു രജിസ്റ്റർ കച്ചേരിയിൽ പോയി രജിസ്റ്റർമാരെ കഴിക്കുന്നതിന്റെ വാലിഡിറ്റി ഇതിനുണ്ടോന്നല്ലേ അറിയേണ്ടത്? അതെ, ഉണ്ട്. അത് തന്നെ ഇത്. സീലും ഇങ്ക് പാഡും പ്യൂണും എല്ലാം അങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഇപ്പൊ ഇത് രജിസ്റ്റർ ഓഫീസാണ്. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. ദാ ഇവിടെ സിഗ്നേച്ചർ, ഇവിടെ നിങ്ങളുടെ. ജയേട്ടനൊന്നിങ്ങ് വരൂ. മാലയിടിയിലും താലികെട്ടിലും എല്ലാം പിന്നെ എപ്പോഴെങ്കിലും അതവർ തീരുമാനിച്ചോട്ടെ. ഇതിപ്പോ എന്റെ ഇന്നത്തെ ഒരു സമാധാനത്തിന് രാധയെ പോലെ ക്ലാര ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ രാധയുടേതായാൽ പിന്നെ ക്ലാരയ്ക്ക് ഞാനില്ലെന്ന്. ഇന്ന് ഡേറ്റ് 17 അല്ലേ? അതെ. ഇന്ന് ഉച്ച തിരിഞ്ഞല്ലേ ആ കുട്ടി വരുന്നത്? ആ, വരട്ടെ, വന്നിട്ട് പോട്ടെ. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, എന്നെങ്കിലും ഞാനൊരു വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ അത് ജയേട്ടന്റെ ഒപ്പന്റെ അടുത്തേ ആവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ഒപ്പിട്ടോളാം എന്നെങ്കിലും ഒരു ദിവസം. എന്തായാലും ഇന്നില്ല. ഇത് എന്റെ മനസ്സിനൊരു താങ്ങിന്. വേണ്ട, ഒന്നിൽ ജയേട്ടൻ എന്നെ തിരിച്ചുകൊണ്ടെന്നാക്കൂ, ഇല്ലെങ്കിൽ പോവാൻ സമ്മതിക്കൂ. ഞാൻ ഓട്ടോ പിടിച്ചു പോയിക്കോളാം. വരൂ, കൊണ്ടാക്കാം. Orange.
ഇനി വരാതിരിക്കുമെന്ന് ഞാൻ പേടിച്ചു. എന്താ അങ്ങനെ തോന്നാൻ? അല്ല, കല്യാണമൊക്കെ അടുത്തു വരികയല്ലേ, ഇത്തവണ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ഉറപ്പിലാ ധൃതിയിലാണെങ്കിലും ഞാൻ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് ഓടി വന്നത്. ഉണ്ടാവും. ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി അതുണ്ടാവില്ല. അതെന്താ അങ്ങനെ? അങ്ങനെ മിസ്റ്റർ മോനി ജോസഫ്, എന്റെ ഹസ്ബൻഡ്. ഹലോ, ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു? അറിയാലോ, മദർ സുപ്പീരിയർ. അറിയാം. എന്ന് പറഞ്ഞൂടാ, മൂപ്പർക്ക് ഇപ്പൊ എന്നെ കല്യാണം കഴിക്കണമെന്നാ പറയുന്നേ. ബാച്ചിലർ പ്ലേ ബോയാ? അല്ല, ഈസ് എ വിഡോവർ. ഭാര്യ മരിച്ചതാ ഒരു ആക്സിഡന്റില്. കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. കരലേ, അയ്യോ കരലേ. എന്നായിരുന്നു മാരേജ്? 1 വർഷം കഴിയുന്നു. നേര് പറഞ്ഞാൽ നമ്മൾ അവസാനം കണ്ടുപിരിഞ്ഞില്ലേ, ആ ഭ്രാന്തന്റെ നിലവിളിയും കേട്ട്. അതിന്റെ അടുത്ത ആഴ്ച ഞാൻ വീട്ടമ്മയായി. അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ കാരണം നമ്മുടെ രണ്ടാളുടെയും ലൈഫ് നശിക്കുമോന്ന് എനിക്ക് പേടി തോന്നി തുടങ്ങിയിരുന്നു. ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ഇതിനിടെ 1-2 വട്ടം ഇതുവഴി കടന്നുപോയതാ. എന്നിട്ട് എന്തേ അറിയിച്ചില്ല? അത് ഓർക്കാതിരിക്കാൻ. കാണാതിരിക്കുമ്പോ മറക്കാൻ കുറച്ചുകൂടെ എളുപ്പമല്ലേ? All the best for the marriage. ബ്ലെസ്സിങ്സ്. കണ്ടിട്ടില്ലെങ്കിലും രാധയ്ക്കും. ഞാൻ പറയാം. അത് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ വന്നതും പോയതും രാധ അറിയണ്ട. എന്തിനാ ആ കുട്ടിക്ക് വെറുതെ